നമസ്കാരം. കൊച്ചിയിൽ ലഹരി കേസിൽ പിടിയിലായ യൂട്യൂബർ റിൻസി മോംടാസ് സിനിമാ പ്രൊമോഷന്റെ മറവിൽ ലഹരിക്കടത്ത് നടത്തിയിരുന്നതായി കണ്ടെത്തി. ലഹരി ഇടപാടുകൾക്ക് സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. റിൻസിയെയും സുഹൃത്ത് യാസിറിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പാലച്ചുവട്ടിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് 10 മാസമായി പ്രതികൾ ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. സിനിമാ മേഖലയുള്ളവർ നിരന്തരം ഈ ഫ്ളാറ്റിൽ എത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി. ബംഗളൂരുവിൽ നിന്ന് എത്തിക്കുന്ന ലഹരിമരുന്ന് പാക്ക് ചെയ്തിരുന്നത് ഫ്ളാറ്റിൽ വെച്ചാണെന്നും ആവശ്യക്കാർ അവിടെ എത്തി ലഹരിമരുന്ന് കൈപ്പറ്റിയിരുന്നതായും പ്രതികൾ പോലീസിന് മൊഴി നൽകി. ലഹരി വാങ്ങാൻ യാസിന് പണം നൽകിയിരുന്നത് റിൻസിയാണ്. പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ഉപഭോക്താക്കൾക്ക് മയക്കുമരുന്നിന്റെ ചിത്രങ്ങൾ വാട്സാപ്പിലൂടെ അയച്ചുകൊടുത്തതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ലഹരി കച്ചവടത്തിനായി കൈകാര്യം ചെയ്തിരുന്നത് 75-ലധികം വാട്സാപ്പ് ഗ്രൂപ്പുകളാണ്. റിൻസിയെയും യാസിറിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുവാനാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. റിൻസി നടത്തിയിരുന്നത് ലക്ഷങ്ങളുടെ ലഹരി കച്ചവടമെന്നാണ് പോലീസ് പറയുന്നത്. വയനാട്ടിൽ നിന്ന് ലഹരിയുമായി പിടിയിലായ സംഘമാണ് ഈ റിൻസിയെക്കുറിച്ചുള്ള വിവരം പോലീസിന് കൈമാറിയത്. പക്ഷേ റിൻസി തന്റെ മാനേജറാണെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് നടൻ ഉണ്ണി മുകുന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട്. റിൻസി മോംടാസ് റിമാൻഡിൽ കഴിയുകയാണ്. 14 ദിവസത്തേക്കാണ് റിൻസിയെയും സുഹൃത്ത് യാസിർ അറാഫത്തിനെയും തൃക്കാക്കര കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ റിൻസി ക്യാമറയ്ക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിക്കുകയും ചെയ്തിരുന്നു. ആടുജീവിതം, കാട്ടാളൻ, മാർക്കോ തുടങ്ങിയ ചിത്രങ്ങൾക്കായി റിൻസി പ്രവർത്തിച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദന്റെ പേഴ്സണൽ മാനേജറാണ് റിൻസി എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഉണ്ണി മുകുന്ദൻ തന്നെ ഇത് നിഷേധിച്ച് രംഗത്തെത്തുകയായിരുന്നു. 20 ഗ്രാമിലേറെ MDMA ആണ് റിൻസി വാടകയ്ക്ക് താമസിക്കുന്ന പാലച്ചുവട്ടിലെ ഫ്ളാറ്റിൽ നിന്ന് ഡാൻസ് ഓഫ് പിടികൂടിയത്. ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി വിൽപ്പന. യൂട്യൂബറായ റിൻസി മോംടാസ്, ഇവരുടെ സുഹൃത്തായ യാസിർ അറാഫത്ത് എന്നിവരെ പാലച്ചുവട്ടിലെ ഫ്ളാറ്റിൽ നിന്നും IT ജീവനക്കാരായ ശിവജിത്ത്, ശിവദാസ്, ഫരീദ എന്നിവരെ പള്ളിമുക്കിലെ ലോഡ്ജിൽ നിന്നുമാണ് പിടികൂടിയത്. റിൻസിയുടെ സുഹൃത്തായ യാസിർ അറാഫത്തിനെ പിന്തുടർന്നാണ് പോലീസ് സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ MDMA കണ്ടെടുക്കുകയായിരുന്നു. കോഴിക്കോട് സ്വദേശിയാണ് യാസിർ അറാഫത്ത്. ഇരുവർക്കും എവിടെ നിന്നാണ് ലഹരിമരുന്ന് ലഭിച്ചത്, ഇതിന്റെ വിൽപ്പനക്കാർ ആരൊക്കെയാണ് തുടങ്ങിയ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇൻസ്റ്റാഗ്രാമിൽ സിനിമാ പ്രൊമോഷൻ സംബന്ധമായ പോസ്റ്റുകളുമായി സജീവമായിരുന്നു റിൻസി മോംടാസ്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ക്രിയേറ്റീവ് ആൻഡ് മാർക്കറ്റിംഗ് മേധാവിയായി ജോലി ചെയ്യുകയായിരുന്നുവെന്നാണ് യുവതി ഇൻസ്റ്റാഗ്രാമിൽ അവകാശപ്പെട്ടിരുന്നത്. അതേസമയം യുവതിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത് ഈ സ്ഥാപനം സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചിട്ടുമുണ്ട്. IT ജീവനക്കാരായ ശിവജിത്ത്, ശിവദാസ്, ഫരീദ എന്നിവരെ പള്ളിമുക്ക് ഇലക്ട്രോണിക് സ്ട്രീറ്റിലെ ഒരു ലോഡ്ജിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു. ശിവജിത്ത്, ശിവദാസ് മൂവാറ്റുപുഴ സ്വദേശിയാണ്. ഫരീദ ലക്ഷദ്വീപ് സ്വദേശി. ഇവരിൽ നിന്ന് 4 ഗ്രാം MDMAയും 30 LSD സ്റ്റാമ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ കേസിലും എക്സൈസ് സംഘം വിശദമായ അന്വേഷണം ആരംഭിച്ചു. തനിക്ക് ഇപ്പോഴും മുൻപും ഒരു മാനേജറില്ല എന്നാണ് ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചിട്ടുള്ളത്. ഒരു പേഴ്സണൽ മാനേജർ തനിക്കില്ലെന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഉണ്ണി മുകുന്ദൻ കുറിക്കുന്നുണ്ട്. എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും നേരിട്ടോ അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിയായ UMF വഴിയോ ആണ് കൈകാര്യം ചെയ്യുന്നത്. തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് വ്യക്തികളോടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോടും അഭ്യർത്ഥിക്കുകയാണ്. ആരെങ്കിലും ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുകയോ ചെയ്യുന്നതായോ കണ്ടെത്തിയാൽ കർശനമായ നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും ഉണ്ണി മുകുന്ദൻ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട്. വൻതോതിലുള്ള ലഹരി ഇടപാട് നടത്തിയിരുന്നുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഫ്ളാറ്റിൽ നേരിട്ടെത്തുന്ന ആവശ്യക്കാർക്ക് MDMA ഉൾപ്പെടെയുള്ള ലഹരി മരുന്ന് കൈമാറുകയാണ് ഇവരുടെ രീതിയെന്നാണ് പോലീസ് പറയുന്നത്. സിനിമാ മേഖലയ്ക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ മാഫിയാണ് കുടുങ്ങിയിരിക്കുന്നത്. യൂട്യൂബിലൂടെ സിനിമാ പ്രൊമോഷനുകൾ നടത്തിയിരുന്ന റിൻസിക്ക് ചലച്ചിത്ര മേഖലയിലുള്ളവരുമായും അടുപ്പമുണ്ട്. ഇവരിൽ ചിലർക്കും റിൻസി രാസലഹരി കൈമാറിയിരുന്നതായാണ് സൂചന. സ്ഥിരമായി ഇടപാട് നടത്തിയിരുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവരുടെ ഫോണുകളിൽ നിന്ന് തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങളായി ഫ്ളാറ്റിലും പരിസരങ്ങളിൽ നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് നാർക്കോട്ടിക് വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ KA അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിൽ ഇവരെ പിടികൂടിയത്. ഇവർ 5 കിലോയോളം MDMA കുറച്ചു കാലമായി കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. ചാറ്റും കോൾ ലിസ്റ്റും അടക്കം പോലീസ് പരിശോധിക്കുകയാണ്. 2022 മുതൽ തന്നെ ഈ സംഘം നിരീക്ഷണത്തിലായിരുന്നു. പക്ഷെ തെളിവുകൾ കിട്ടിയിരുന്നില്ല. ഈ അടുത്ത കാലത്തുണ്ടായ ചില കേസുകളിൽ ഇവർ സംശയത്തിലായി. ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ഇതാണ് റിൻസിയെയും അറാഫത്തിനെയും കുടുക്കിയത്. ഇവർ ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്നു. ഫ്ളാറ്റിലെത്തിയ പോലീസിനോട് നിങ്ങൾ MDMA പിടിക്കാൻ വന്നതാണല്ലേ എന്ന ചോദ്യമാണ് അറാഫത്ത് ഉയർത്തിയത്. റിൻസിയുടെ സുഹൃത്തായ യാസിർ അറാഫത്തിനെ പിന്തുടർന്നായിരുന്നു പോലീസ് സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് MDMA കണ്ടെടുത്തത്.
ലഹരി ഇടപാടുകൾക്ക് സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ചതായും അന്വേഷണത്തിൽ പോലീസ് വിവരം ശേഖരിച്ചു. പാലച്ചുവട്ടിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ചുവെന്ന സംശയം ബലപ്പെടുന്നുണ്ട്. സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം ഫ്ളാറ്റിൽ പതിവായി എത്തിയിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് 8 മാസമായി ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന ലഹരി മരുന്ന് പാക്ക് ചെയ്തിരുന്നത് ഈ ഫ്ളാറ്റിൽ വെച്ചാണെന്നും ആവശ്യക്കാർ അവിടെ എത്തി ലഹരി മരുന്ന് കൈപ്പറ്റിയിരുന്നതായുമാണ് ഈ പിടിയിലായവർ നൽകിയിരിക്കുന്ന മൊഴി. സിനിമാ മേഖലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് റിൻസിയെയും ആൺസുഹൃത്ത് യാസർ അറാഫത്തിനെയും കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യും. 3 മാസമായി ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സിനിമാ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ റിൻസിയിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ്. അന്വേഷണം ഇവരിലേക്കും നീളും. സിനിമയുടെ പ്രമോഷൻ ജോലികൾക്കിടെ ഉണ്ടാക്കിയ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. യാസർ അറാഫത്തിനും ഇടപാടുകളിൽ സജീവ പങ്കുണ്ടെന്നാണ് വിവരം. സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട യൂട്യൂബുകൾക്ക് പുറമെ ക്രിയേറ്റീവ്, മാർക്കറ്റിംഗ് ഹെഡ്, ഡിജിറ്റൽ PRO നിലകളിലും റിൻസി മുംതാസ് പ്രവർത്തിച്ചിട്ടുണ്ട്. 10 മാസം മുൻപാണ് റിൻസിയുടെ പേരിൽ കാക്കനാട് പാലച്ചുവട്ടിലെ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ഇരുവരും താമസം തുടങ്ങിയതെന്ന് നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് SIP K അബ്ദുൾ സലാം പറഞ്ഞു. താനും ഭർത്താവും കുട്ടിയും താമസത്തിനുണ്ടാകുമെന്ന് പറഞ്ഞാണ് ഫ്ളാറ്റ് വാടകയ്ക്ക് വാങ്ങിയത്. ഫ്ളാറ്റിലെ സന്ദർശകരുടെ ബാഹുല്യത്തെ തുടർന്ന് മയക്കുമരുന്ന് ഇടപാടെന്ന് പോലീസിന് സംശയം തോന്നിയിരുന്നുവെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. ബുധനാഴ്ച രാത്രി നടത്തിയ പരിശോധനയിൽ സിപ്ലോ കവറുകളിൽ നിറച്ച നിലയിൽ വിതരണത്തിന് സൂക്ഷിച്ച 20.55 ഗ്രാം MDMA കണ്ടെത്തുകയായിരുന്നു. ഇതിനിടെ ഒമാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന 1.26 കിലോ MDMAയും 17 ലിറ്റർ വിദേശ മദ്യവും അടക്കം 3 കോടിയോളം രൂപയുടെ ലഹരി വസ്തുക്കൾ ആറ്റിങ്ങലിന് സമീപം കല്ലമ്പലത്ത് പിടികൂടി. 4 പേർ അറസ്റ്റിലായി. ഈന്തപ്പഴത്തിന്റെ പെട്ടികൾക്കുള്ളിൽ കറുത്ത കൂടിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഇത്. വർക്കല സ്വദേശിയായ സൈജു, ഞെക്കാട് വലിയവിള സ്വദേശി നന്ദു, ഉണ്ണിക്കണ്ണൻ, പ്രമീൺ എന്നിവരെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. ബുധനാഴ്ച രാത്രി വൈകി കല്ലമ്പലം ജംഗ്ഷനിലാണ് കാറിലും പിക്കപ്പ് ലോറിയിലുമായി പോകുകയായിരുന്ന സംഘം പിടിയിലായത്. സൈജുവും നന്ദുവുമാണ് വിദേശത്തു നിന്ന് ലഹരി ശേഖരവുമായി എത്തിയത്. ഇവരെ കൂട്ടിക്കൊണ്ടു പോകാനായാണ് ഉണ്ണിക്കണ്ണനും പ്രമീണും എത്തിയത്. സൈജു കുടുംബാംഗവുമായാണ് എത്തിയത്. കുടുംബാംഗങ്ങളെ വിട്ടയച്ചെങ്കിലും കുറ്റകൃത്യത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. മയക്കുമരുന്ന് കച്ചവടത്തിലെ പ്രധാന കണ്ണിയാണ് സൈജു എന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം ജില്ലാ റൂറൽ SP സുദർശനം ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. DYSPമാരായ പ്രദീപ്, ഗോപകുമാർ, കല്ലമ്പലം SHO പ്രൈജു, SIമാരായ സാഹിൽ, ബിജുകുമാർ, ഷമീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കള്ളക്കടത്ത് പിടികൂടിയത്. കോടതിയിൽ പ്രതികളെ റിമാൻഡ് ചെയ്തു. സമാനമായ സംഭവത്തിൽ മൂവാറ്റുപുഴയിൽ MDMAയുമായി യുവാവ് എക്സൈസ് പിടിയിലായി. പിഴയ്ക്കാപ്പള്ളി തണ്ടിയേക്കൽ ഷാമോനെയാണ് 1.42 ഗ്രാം MDMAയുമായി പിടികൂടിയത്. MDMA കേസിൽ മുമ്പ് പ്രതിയാണ് ഷാമോൻ. പിഴക്കാപ്പള്ളിയിൽ അന്വേഷണത്തിന് എത്തിയ എക്സൈസ് സംഘത്തെ കണ്ട് 1 കിലോമീറ്ററോളം ഓടിയ ഷാമോൻ കയ്യിലുണ്ടായിരുന്ന MDMA KCBയുടെ മതിൽക്കെട്ടിനുള്ളിലേക്ക് എറിഞ്ഞു. നാട്ടുകാരും എക്സൈസ് സംഘവും നടത്തിയ തിരച്ചിലിൽ MDMA കണ്ടെത്തി. പ്രതിയുടെ മൊബൈൽ ഫോണും എക്സൈസ് പിടിച്ചെടുത്തു. ലഹരി ഇടപാട് നടത്തുവാൻ ഇയാൾ മറ്റുള്ളവരുമായി വിളിച്ച ഫോൺ സംഭാഷണവും കണ്ടെത്തി. പെരുമ്പാവൂർ, പിഴയ്ക്കാപ്പള്ളി ഭാഗങ്ങളിൽ വിൽക്കുകയാണ്. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.